നമസ്കാരം. കുട്ടികൾക്ക് ജലദോഷം വരുന്നത് വളരെ സാധാരണമാണ്. കാലാവസ്ഥ മാറുമ്പോഴും മറ്റും ഇത് വരാം. വീട്ടിലുള്ള ചില ഒറ്റമൂലികൾ കൊണ്ട് ജലദോഷം എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം. ജലദോഷം വരുമ്പോൾ മൂക്കടപ്പ് മാറ്റാൻ ഏറ്റവും നല്ല വഴിയാണ് ആവി പിടിക്കുന്നത്. ചെറു ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്ത് ആവി പിടിക്കുന്നത് മൂക്കിലെ കഫക്കെട്ട് അയവുള്ളതാക്കാൻ സഹായിക്കും. ചെറിയ കുട്ടികൾക്ക് നേരിട്ട് ആവി പിടിക്കാൻ പ്രയാസമാണെങ്കിൽ ചൂടുവെള്ളം നിറച്ച ഒരു പാത്രം മുറിയിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ കുളിമുറിയിൽ ചൂടുവെള്ളം തുറന്നുവിട്ട് ആവി നിറച്ച് കുഞ്ഞിനെ അവിടെ ഇരുത്തുകയോ ചെയ്യാം. ഇതൊരു പരിധിവരെ ആശ്വാസം നൽകും. 1 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് തേൻ നൽകുന്നത് ചുമയ്ക്കും തൊണ്ടവേദനയ്ക്കും ആശ്വാസം നൽകും. തേനിൽ അല്പം ഇഞ്ചി നീര് ചേർത്തോ അല്ലെങ്കിൽ നെല്ലിക്ക ജ്യൂസിനൊപ്പം ചേർത്തോ നൽകാം. തേനിന് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. നമ്മുടെ എല്ലാം വീടുകളിൽ കാണുന്ന ഒന്നാണ് തുളസി. ജലദോഷത്തിന് വളരെ ഫലപ്രദമായ മരുന്നാണിത്. തുളസിയിലയിട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടെ കുടിക്കാൻ നൽകാം. തുളസിയില അരച്ച് തേനിൽ ചാലിച്ച് നൽകുന്നതും നല്ലതാണ്. തുളസിക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്. മഞ്ഞൾ പാൽ കുട്ടികൾക്ക് നൽകാവുന്ന ഒരു മികച്ച ഒറ്റമൂലിയാണ്. 1 ഗ്ലാസ് ചൂട് പാലിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നുള്ളു കുരുമുളക് പൊടിയും ചേർത്ത് നൽകുക. ഇത് ജലദോഷം മാറാനും പ്രതിരോധശേഷി കൂട്ടാനും സഹായിക്കും. ഉറങ്ങുന്നതിന് മുൻപ് നൽകുന്നതാണ് കൂടുതൽ നല്ലത്. വെളുത്തുള്ളിക്ക് ആന്റിവൈറൽ ഗുണങ്ങളുണ്ട്. 1-2 വെളുത്തുള്ളിയുടെ അല്ലി ചതച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ഈ എണ്ണ ചെറു ചൂടോടെ കുട്ടിയുടെ നെഞ്ചിലും പുറത്തും തടവുന്നത് ആശ്വാസം നൽകും. ശ്രദ്ധിക്കുക, ഇത് അധികം ചൂടോടെ പുരട്ടരുത്. ഇടയ്ക്കിടെ ചൂടുവെള്ളം കുടിക്കാൻ നൽകുന്നത് തൊണ്ടയ്ക്ക് ആശ്വാസം നൽകും. ചിക്കൻ സൂപ്പോ അല്ലെങ്കിൽ പച്ചക്കറി സൂപ്പോ ഉണ്ടാക്കി നൽകുന്നതും ശരീരത്തിന് ഊർജ്ജം നൽകാനും കഫക്കെട്ട് കുറയ്ക്കാനും സഹായിക്കും. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.